KCN News brought to you by City Gold and Diamonds, Kerala, Karnataka. The glow of purity, now 20 years. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും KCN ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. നാടും നഗരവും ഓണാഘോഷ ലഹരിയിലാണ്. പൂക്കളം തീർത്തും പുത്തനുടുപ്പണിഞ്ഞും ഓണസദ്യ ഒരുക്കിയും തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഓരോ മലയാളിയും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് പ്രധാന വാർത്തകൾ. ഓണത്തെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്ന മലയാളികൾ ഉത്രാടപ്പാച്ചലിൽ. കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. നബിദിന റാലികൾ വർണ്ണശബളമായി. കാസർഗോട്ടെ ഓണാഘോഷങ്ങളിലെ സജീവ സാന്നിധ്യമായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ആഘോഷമാണ് ഓണമെന്നും എല്ലാവരും ഒരുമയോടെ ഈ ആഘോഷം കളറാക്കണമെന്നും കളക്ടർ. വടക്കൻ കേരളത്തിൽ ഓണത്താൻ ഗൃഹസന്ദർശനം തുടങ്ങി. കർക്കിടക തെയ്യങ്ങളായ ആടിവേടനും കർക്കിടകോത്തിയും അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിന്റെ നാട്ടുസഞ്ചാരം. ജില്ലാതല ഓണാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭാഷാ ഭേദങ്ങൾക്കതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്ന് MP. കാസർഗോഡ് വെള്ളൂർ നെട്ടണികയിലെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം മോഷ്ടിച്ച് പുറത്തെത്തിച്ചെങ്കിലും തുറക്കുവാൻ കഴിയാതെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ. കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സ്ഥലം മാറ്റം. കനത്ത മഴയിൽ കാസർഗോഡ് നെല്ലിക്കുന്നിൽ ടെറസിന്റെ മുകളിൽ പാകിയ ഓടടക്കമുള്ളവ നിലംപൊത്തി. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. ഓണത്തെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണ സദ്യയ്ക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമെല്ലാം വാങ്ങുവാനുള്ള അവസാനഘട്ട ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. മഴ അല്പം തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും കാസർഗോഡ് നഗരത്തിൽ വൻ തിരക്കാണ് ഉത്രാട ദിനത്തിൽ അനുഭവപ്പെട്ടത്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. തിരുവോണാഘോഷത്തിന് അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് ഉത്രാടനാളിൽ മലയാളികൾ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ല് അന്വർത്ഥമാക്കാനെന്ന വണ്ണം കാസർഗോഡ് നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ തിരക്കോട് തിരക്കു തന്നെയാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കും മറ്റുമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പ്രധാനമായും പച്ചക്കറിക്കടകളിലാണ് വലിയ തിരക്കനുഭവപ്പെട്ടത്. പച്ചക്കറിക്കടകൾക്ക് പുറമെ പൂക്കളമിടാൻ പൂവ്, ഓണസദ്യയ്ക്കും മറ്റുമുള്ള സാധനങ്ങൾ, ഓണക്കോടിയടക്കമുള്ള വസ്ത്രങ്ങൾ എന്നിവ വാങ്ങാനെത്തിയവരാലും നഗരം നിറഞ്ഞു. സ്വർണ്ണക്കടകളിലും ഗൃഹോപകരണ സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടവും പൊടിപൊടിച്ചു. കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. ഗതാഗത നിയന്ത്രണത്തിനും ക്രമസമാധാന പാലനത്തിനുമായി കൂടുതൽ പോലീസുകാരെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു. മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്നുവെന്ന സങ്കല്പത്തിൽ നാളെ നാടെങ്ങും സമൃദ്ധിയുടെ ഓണമുണ്ണും. പൂക്കളമൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നും സദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിക്കുന്നു. രാവിലെ മഹല്ല് ജമാഅത്തുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലികൾ വർണ്ണശബളമായി. പ്രധാനമായും മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് റാലികൾ നടന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷം കൊണ്ടാടുന്നത്. പുലർച്ചെ പ്രഭാത നിസ്കാരത്തിനു മുമ്പേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസിലോകം നബിദിനത്തെ വരവേറ്റത്. പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്നതും നബിദിനത്തിന്റെ ചടങ്ങാണ്. മദ്രസകൾ കേന്ദ്രീകരിച്ച് രാവിലെ പതാക ഉയർത്തലും പ്രാർത്ഥനകളും നടന്നു. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. അറബനമുട്ട്, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവ റാലിക്ക് മിഴിവേകി. ഭക്ഷണം, മധുരപാനീയങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. തളങ്കര മാലിക് ദിനാർ വലിയ ജുമാ മസ്ജിദിന് കീഴിലുള്ള വിവിധ ജമാഅത്ത് മദ്രസകളിലെ കുട്ടികൾ അണിനിരന്ന നബിദിന റാലി വർണ്ണാഭമായ കാഴ്ചയൊരുക്കി. നബി കീർത്തനങ്ങളും മദ്ഹ് ഗാനങ്ങളുമായി നീങ്ങിയ റാലിയിൽ ദഫും സ്കൗട്ടും അഴകും മിഴിവേകി.
വഴിനീളെ മധുര വിതരണവും നടന്നു. തളങ്കര മാലിക് ദിന ജുമാ മസ്ജിദ് പരിസരത്ത് റാലിക്ക് സ്വീകരണം നൽകി. മാനവരാശിയുടെ ഭാവി ഭാഗതയും നിർണയിച്ച മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് പ്രിയ വികാരങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്നും തൊഴിലാളിക്ക് വിയർപ്പ് വറ്റും മുമ്പ് വേതനം നൽകണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച നന്മയുടെ നേതാവ്, നെഞ്ചിലെ തുടിപ്പായ കൽബിന്റെ കുളിരായ അസ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി സഹവർത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ടസേവകരാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യൂക്കും മഹിമയിൽ കാര്യക്കാരായിരുന്ന ഒരു ജനതയ്ക്ക് ന്യായങ്ങളുടെ വകതിരിവ് കാണിച്ച് പ്രവാചകർ കടന്നു വന്നപ്പോൾ സഞ്ചാരം നടത്തിയിരുന്ന ജനസഞ്ചയത്തെ വിജ്ഞാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ശാന്ത ജീവിതത്തിലേക്ക് കടിപ്പടി രാവിലെ നെല്ലിക്കുന്ന് മുഹ്യുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി കാഴ്ചയുടെ വിരുന്നൊരുക്കി. പള്ളിപ്പരിസരത്ത് പതാക ഉയർത്തിയ ശേഷം റാലി ബീച്ച് റോഡ്, പഴയ ബസ് സ്റ്റാൻഡ്, പള്ളം വഴി നെല്ലിക്കുന്നിൽ സമാപിച്ചു. റാലിക്ക് വഴിനീളെ ശീതളപാനീയങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. റാലിക്ക് ഖത്തീബ് GS അബ്ദുൾ റഹ്മാൻ മൗലവി, മുൻ MLA NA നെല്ലിക്കുന്ന്, ഹനീഫ് നെല്ലിക്കുന്ന്, NA ഹമീദ് നെല്ലിക്കുന്ന്, കട്ടപ്പണി കുഞ്ഞാമു തുടങ്ങിയവരടക്കമുള്ള ഭാരവാഹികൾ നേതൃത്വം നൽകി. ബീച്ച് മുബാറക്ക് പള്ളി പരിസരത്ത് റാലിയിൽ അണിനിരന്നവർക്ക് പ്രത്യേക കിറ്റ് നൽകി. ബങ്കരക്കുന്ന് നുബ്ബത്തുൽ ഉലൂം മദ്രസയിൽ കമ്മിറ്റി പ്രസിഡന്റ് TA മഹ്മൂദ് ഹാജി കൽക്കണ്ടി പതാക ഉയർത്തി. കടപ്പുറം, പള്ളം, കണ്ടത്തിൽ, നെല്ലിക്കുന്ന് ജംഗ്ഷൻ മദ്രസകളിലും നബിദിനാഘോഷം നടത്തി. മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികളും നടന്നു.
ചിലയിടങ്ങളിൽ കലാമത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായപ്പോൾ മറ്റിടങ്ങളിൽ വരും ദിവസങ്ങളിലും നടക്കും. നബിദിന യോഗങ്ങളിൽ പ്രമുഖ പണ്ഡിതരുടെ പ്രഭാഷണം, പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നബിദിനത്തിന്റെ ഭാഗമായി മസ്ജിദുകളിൽ മൗലീദ് പാരായണ സദസ്സുകളും സംഘടിപ്പിച്ചു. തെരുവുകളും മസ്ജിദുകളും മദ്രസുകളും വീടുകളും ദീപാലങ്കാരമണിഞ്ഞിരിക്കുന്നത് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. അറബിക് കോളേജുകൾ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും മറ്റും റബിയുൽ അവൽ മാസം മുഴുവൻ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദേര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും നജ്മുൽ ഹുദ വിദ്യാർത്ഥി സമാജവും സംയുക്തമായി നബിദിന ഘോഷയാത്ര നടത്തി. മാണിയാട്ട് ബദർ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച നബിദിന റാലി ചന്ദേരയിൽ സമാപിച്ചു. മുതിർന്നവരും യുവാക്കളും വിദ്യാർത്ഥികളും അണിനിരന്ന ഘോഷയാത്രയ്ക്ക് മദ്രസ വിദ്യാർത്ഥികളുടെയും മാണിയാട്ട് ബദറുൽ ഹുദ കൾച്ചറൽ സെന്റർ കലാകാരന്മാരുടെയും ദഫ്മുട്ടും വർണ്ണശബളമായ ഡിസ്പ്ലേയും മാറ്റുകൂട്ടി. ചന്ദേര ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. നബിദിന ഘോഷയാത്രയ്ക്ക് ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ, APP കുഞ്ഞഹമ്മദ് ഹാജി, MK ജംഷീർ, MG മുഹമ്മദ് കുഞ്ഞി ഹാജി, OT അബ്ദു മൗലവി, കരീം ചന്ദേര, APK കാസിം ഹാജി, MK ഇസ്മായിൽ ഹാജി, MTP യൂസഫ് ഹാജി, TK അബ്ദുൽ സത്താർ ഹാജി, T അൻസാർ എന്നിവർ നേതൃത്വം നൽകി. മധുര പലഹാരങ്ങളും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഈദ് മിലാദ് മഞ്ചേശ്വരം താലൂക്കിലുടനീളം പ്രാർത്ഥനാ നിർഭരമായി ആഘോഷിച്ചു. ഉദ്യാവർ 1000 ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് മിലാദിനോടനുബന്ധിച്ച് പ്രത്യേക ഘോഷയാത്ര സംഘടിപ്പിച്ചു. പള്ളി പ്രസിഡന്റ് സയ്യിദ് UK സൈഫുല്ല തങ്ങൾ, സെക്രട്ടറി ഇബ്രാഹിം ബട്ടർഫ്ലൈ, SM ബഷീർ, ഇബ്രാഹിം ഉമർ ഹാജി തുടങ്ങിയ പ്രമുഖരും മതനേതാക്കളും റാലിക്ക് നേതൃത്വം നൽകി.
നൂറുകണക്കിന് മദ്രസ വിദ്യാർത്ഥികളും യുവാക്കളും പരമ്പരാഗത വേഷധാരികളായി റാലിയിൽ അണിനിരന്നു. ഘോഷയാത്ര കടന്നുപോയ വഴികളിൽ പൊതുജനങ്ങൾക്കായി പലയിടത്തും മധുരപലഹാരങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്തു. ഉദ്യാവറിനു പുറമെ കുഞ്ചത്തൂർ, പോസോട്ട്, ബംഗ്ര മഞ്ചേശ്വരം, ഉപ്പള തുടങ്ങിയ മഞ്ചേശ്വരം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ മഹല്ലുകളിലും പള്ളികളുടെ കീഴിലും ഈദ് മിലാദ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രവാചകരുടെ ജീവിത സന്ദേശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന മതപ്രഭാഷണങ്ങളും നടന്നു. സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിനു പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആദർശങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ മീലാദ് ആഘോഷം ഏറെ അർത്ഥവത്തായി സമാപിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോട്ടെ ഓണാഘോഷങ്ങളിലെ സജീവ സാന്നിധ്യമായി കലക്ടർ അർജുൻ പാണ്ഡ്യൻ. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനെത്തിയ കലക്ടർ ജില്ലയിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് KCN ന്യൂസിനോട് പറഞ്ഞു. സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ആഘോഷമാണ് ഓണമെന്നും എല്ലാവരും ഒരുമയോടെ ഈ ആഘോഷം കളറാക്കണമെന്നും പറഞ്ഞ കലക്ടർ KCN ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നു. ഈ വർഷം എന്റെ ആദ്യത്തെ ഓണാണ് കാസർഗോഡ് വന്നിട്ട്. ഈ വർഷം ജില്ലാതല കാസർഗോഡ് ഓണാഘോഷ പരിപാടികൾ കാസർഗോഡ് ടൗണിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 24-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. നല്ല വിപുലമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. DTPCയും മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും മർച്ചന്റ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്, നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നടത്തുന്നത്. പൂക്കളം മത്സരം, മറ്റ് വിവിധ തരം മത്സരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ട് വരുന്നുണ്ട്. 29-ാം തീയതി നല്ലൊരു പുലിക്കളിയും ഉണ്ട്. 24-ാം തീയതി ഇന്നത്തെ ദിവസം തുടങ്ങുന്ന ദിവസം നല്ലൊരു മെഗാ പൂക്കളം സൃഷ്ടിച്ചുകൊണ്ടാണ് പരിപാടികൾ നമ്മൾ തുടങ്ങുന്നത്. നല്ല ഒരു അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. നല്ല ഒരു ഓണമായിരിക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുള്ളൂ. ഓരോ ജില്ലയിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള ആഘോഷമുണ്ട്. എന്നാലും നമ്മളിപ്പോ ഓണത്തിന്റെ ആഘോഷങ്ങളിലോട്ട് നമ്മൾ എത്തുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ പോയാലും തിരക്കും എല്ലാവരും ഒത്തുചേരലും ഒരുപാട് സ്നേഹം പങ്കിടലും എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ കാസർഗോഡ് കാണുന്നുണ്ട്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷത്തെ ഓണം നല്ല അടിച്ചു പൊളിക്കാൻ, നല്ല കളറാക്കാം. വടക്കൻ കേരളത്തിൽ കുട്ടിത്തെയ്യമായ ഓണത്താർ ഗൃഹസന്ദർശനം തുടങ്ങി. കർക്കിടക തെയ്യങ്ങളായ ആടിവേടനും കർക്കിടകോത്തിയും അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിന്റെ നാട്ടുസഞ്ചാരം. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ കുട്ടിത്തെയ്യം കാസർഗോഡിന്റെ മാത്രം കാഴ്ചയാണ്. വടക്കേ മലബാറിലെ നാട്ടിൻപുറങ്ങളിൽ ഓണത്തിനു മുന്നോടിയായി എത്തുന്ന കുട്ടിത്തെയ്യമാണ് ഓണത്താർ. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിന്റെ വരവറിയിച്ച് നാട്ടകങ്ങളിലും വീട്ടകങ്ങളിലും എത്തുന്നു. കള്ളക്കർക്കിടകത്തിൽ നാട്ടകങ്ങളിലെ ആധിയും വ്യാധിയും കണ്ണീരുമൊക്കെ തൂത്തും തുടച്ചും ഭൂലോകത്തെ ചെറുപൈതങ്ങൾക്ക് സാന്ത്വനമേകിയും കുട്ടിത്തെയ്യങ്ങളായ ആടിയും വേടനും കർക്കിടകവത്തിയുമൊക്കെ കാവുകളിലേക്ക് മടങ്ങി. ഇനി ഓട്ടുമണിയും കിലുക്കി ഓണവില്ലുമേന്തിയുള്ള ഓണത്താറിന്റെ വരവാണ്. ചവിട്ടിത്താഴ്ത്തിയിട്ടും പാതാളക്കുണ്ടിൽ നിന്നും വർഷാവർഷം മുളച്ചുപൊട്ടുന്ന മാവേലിപ്പാട്ടും പാടിയാണ് ഓണത്താറിന്റെ വരവ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച പുരാതന സോഷ്യലിസ്റ്റ് കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഓണത്താർ എന്ന കുട്ടിത്തെയ്യങ്ങൾ അത്യുത്തര കേരളത്തിന്റെ വീട്ടുമുറ്റങ്ങളിൽ ആടിത്തിമർക്കും.
മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിന്റെ വരവറിയിച്ച് നാട്ടകങ്ങളിലും വീട്ടകങ്ങളിലും എത്തും. കർക്കിടക മാസത്തിലെ ദോഷമകറ്റുന്ന കുഞ്ഞിത്തെയ്യങ്ങളായ ആടിവേടനെയും കർക്കിടകോത്തിയെയുമൊക്കെ പോലെ കുട്ടികൾ തന്നെയാണ് ഓണത്താറും കെട്ടുക. വണ്ണാൻ സമുദായത്തിലെ ആൺകുട്ടികളാണ് ഓണത്താർ കോലം ധരിക്കുന്നത്. ഓട്ടുമണിയും കിലുക്കി ഓണവില്ലിന്റെയും ഒറ്റച്ചെണ്ടയുടെയും താളത്തിലാണ് ഓണത്താറിന്റെ വരവ്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീട്ടുമുറ്റങ്ങളിലെ പൂക്കളത്തിനു ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. വലതു കൈയിൽ മണിയും ഇടതു കൈയിൽ ഓണവില്ലും പിടിച്ച് മണിമുട്ടിക്കൊണ്ടാണ് തെയ്യം ആടുന്നത്. ആട്ടത്തിന് പാട്ടിന്റെ അകമ്പടിയുമുണ്ടാകും. മഹാബലിയുടെ ആഗമന കഥയാണ് ഈ പാട്ടിന്റെ ഇതിവൃത്തം. പണ്ട് മഹാബലി എന്നു പേരായി ഉണ്ടായി പണ്ടൊരു ദാനവേന്ദ്രൻ എന്ന് തുടങ്ങുന്ന പാട്ടിനൊപ്പമാണ് ഓണത്താറിന്റെ നൃത്തം. മഹാബലിയുടെ ഭരണകാലവും വാമനവേഷം പൂണ്ടെത്തുന്ന മഹാവിഷ്ണുവുമൊക്കെ ഈ പാട്ടിന്റെ ഭാഗമാണ്. ദേവന്മാരുടെ ആവശ്യപ്രകാരം മാവേലി മന്നനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന കഥകളുമൊക്കെ ഈ പാട്ടിൽ പാടിപ്പറയും. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഈ പാട്ടുകൾ അറിയപ്പെടുന്നു. പ്രദേശത്തെ ജന്മാവകാശിയായ വണ്ണാൻ സമുദായത്തിലെ 6 മുതൽ 14 വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് ഓണത്താർ കെട്ടുന്നത്. ഒരു കുട്ടിയായിരിക്കും ഓണത്താർ കോലം ധരിക്കുക. മറ്റുള്ളവർ ചെണ്ടകൊട്ടി പാട്ടുപാടി ഓണത്താറിനെ അനുഗമിക്കും. 4 ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിൽ എത്തുന്നുവെന്നും വിശ്വാസമുണ്ട്. വടക്കേ മലബാറിൽ ചിങ്ങമാസത്തിലെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് ഓണത്താറിന്റെ വരവ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലും ഓണത്താർ വീടുകളിലെത്താറുണ്ട്. പ്രദേശങ്ങൾക്കനുസരിച്ച് ഓണത്താർ വിശ്വാസങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാഞ്ഞങ്ങാട്, നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ചില ദേശങ്ങളിൽ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും വിശ്വാസമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. പഴയകാലത്ത് ഉത്രാടം തിരുവോണം നാളുകളിൽ അത്യുത്തര കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഓണത്താർ എത്തിയിരുന്നു. എന്നാൽ ഇന്നത് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് കർക്കിടക മാസത്തിൽ പണ്ട് വെറുതെ മാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആടിയും വേടനും വന്നിട്ട് അതിൻ്റെ നമ്മളെ ഈ ജ്യേഷ്ഠകളെല്ലാം പുറത്തേക്ക് തള്ളിക്കളയും. അപ്പോൾ ഗുരുസിയാക്കിയിട്ട് അവർ മറച്ചു കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങത്തിൽ വരുന്ന ഓണം നല്ല ഐശ്വര്യം കൊണ്ട് വരുന്നതിൻ്റെ സങ്കല്പത്തിൽ മാവേലിയൊപ്പരം ശ്രീകൃഷ്ണൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഈ വരുന്നത് വീടുകൾ. അപ്പോൾ കർക്കിടകത്തിലെ ആദ്യം വ്യാധി നീക്കിക്കഴിഞ്ഞാൽ ചില വീടുകളിൽ 100 മഞ്ഞളാക്കിയിട്ട് ഇതെല്ലാം ഒഴിഞ്ഞ് മറിച്ചു കഴിഞ്ഞാൽ ഓണത്തിൽ മറിച്ചുവിടാം. കാരണം ഓണത്തിൽ ഐശ്വര്യം വീട്ടിനുള്ളിൽ കയറുന്നതാണ്. അപ്പോൾ നമ്മളെ തെയ്യെല്ലാം ഈ കർക്കിടകത്തിൽ തെയ്യം കഴിഞ്ഞ് സംക്രമണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തറവാട്ടിൽ എത്തിയിട്ട് അതിൻ്റെ ചടങ്ങുണ്ട്. നമ്മളെ കയ്യെല്ലാം കഴുകിയിട്ട് കുളിസിൽ കൈ മുക്കിയിട്ട് ആ സമ്പ്രദായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ തെയ്യം കഴിഞ്ഞപ്പാട് നേരെ വീട്ടിലേക്ക് ഓടിക്കയറും. അപ്പോൾ ഐശ്വര്യം വീട്ടിലേക്ക് എത്തിയെന്ന് അതിൻ്റെ സങ്കല്പം. വെച്ചകണ്ണാടി വിളക്ക് വീടം വെണ്ണനൽ പൂക്കുല വെണ്ണച്ചാന്ത് പൂക്കലയും നല്ല വെള്ളരിയും നന്ദാർ വിളക്ക് തുളസിമാല നല്ലൊരു മാല തുളസിമാല ദേവന്റെ മാർവിൽ ചാർത്ത വേണം എല്ലാവരും പോയിനോ തോഴിമാരെ എലാമലർപ്പൊയ്ക പൂമുറിപ്പാൻ. അതിൻ്റെ ഇതായിട്ട് വരുന്നത് അതിങ്ങനെ ചൊല്ലുമ്പോഴേ നമുക്ക് കൊട്ടിയിരിക്കുമ്പോഴേ വരും. അപ്പോൾ അതായത് ഈ ഐശ്വര്യത്തിൻ്റെ സങ്കല്പത്തിലുള്ള തോറ്റങ്ങളാണ്. അതിൻ്റെ ഇത് ഓണത്തിൻ്റെ ഇതും പറയുന്നുണ്ട്. ഓണമാകുന്നതോ നാരായണ നാമെന്നറിയുക വേണ്ടതെന്ന് ഓണച്ചിറ്റാട ഉടുത്തു നന്നായി മറ്റുള്ള വട്ടും ഞെറിഞ്ഞിടിച്ചു. ഓമനപ്പൈതലാം ഉണ്ണികൃഷ്ണൻ കാമാബലാന്തകം താണ്ടുണക്ക ഓമനിച്ചീടും ജനങ്ങൾ കണ്ടാൽ കാമനോടൊത്തുള്ള വേഷവുമായി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാതല ഓണാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭാഷാ ഭേദങ്ങൾക്ക് അതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കലക്ടർ മാഹിൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി P നിതിൻരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായി. എല്ലാവരും ജാതിമത ഭാഷാ ഭേദങ്ങൾക്കതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു.
അതുകൊണ്ടാണ് ഓണം ദേശീയോത്സവമാകുന്നത്. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് 10 ദിവസവും ജില്ലാതലത്തിൽ 7 ദിവസവും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തെ എല്ലാവരും ഒത്തൊരുമയോടെ വരവേൽക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ആ ഓണത്തിന് കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് ഒരു ചൊല്ല്. ഈ 10 ദിവസം ഓണാഘോഷമുണ്ടെങ്കിലും നമുക്കറിയാം തിരുവോണത്തിന്റെ അന്ന് എല്ലാവരും കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രങ്ങൾ, കോടി വസ്ത്രങ്ങൾ ധരിച്ച് ആ സന്ത കുറിച്ച് വെച്ച് തുമ്പപ്പൂ ചോറൊക്കെ വിളമ്പി 10-18 കൂട്ടം കറികളും എല്ലാം വിളമ്പി വായിഷ്യ ഗവൺമെന്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാതലങ്ങളിൽ DTPCയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഓണാഘോഷം ഇവിടെ ഇപ്പോൾ കാസർഗോഡ് എനിക്ക് തോന്നുന്നത് 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 7 ദിവസം കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഇതിന്റെ സമാപനം കുറിക്കുന്നു. അന്നിവിടെ ഘോഷയാത്ര നടക്കും. അതുപോലെ തന്നെ കലാപരിപാടികൾ നടത്തും. പുലികളി തൃശ്ശൂരിൽ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും ഓണാഘോഷത്തിന്റെ പ്രധാന ഐറ്റമാണ്. പിന്നെ ഉറിയടി മത്സരം ഉണ്ട്. അതുപോലെ തന്നെ കുഴിപ്പന്ത് കളിയുണ്ട്, തിരുവാതിര കളിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓണക്കളികൾ ഒരുപാട് പ്രശസ്തമാണ്. നമ്മള് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാണിരുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പല മലയാളികൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഓണം ഗംഭീര ഒരു ദേശീയ ഉത്സവമാണ്. പിന്നെ ഓണം അതൊരു കൊയ്ത്തുത്സവമാണ്, ഒരു സാംസ്കാരിക ഉത്സവമാണ്. ആ ഉത്സവം ആഘോഷിക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഇത്തവണത്തെ ഓണാഘോഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഓരോ കാലഘട്ടങ്ങളിലും ദൈവം മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ ഒരുപാട് അവതാര പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സകല ഭാഗങ്ങളിലേക്കും അത്തരം അവതാര പുരുഷന്മാരെ ദൈവം അയച്ചിട്ടുണ്ട്. മനുഷ്യന്റെ നന്മയാണ് ഈ അവതാര പുരുഷന്മാരുടെ അവതാരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ചരിത്രം പറയുന്നത് 1,25,000-ഓളം വരുന്ന പ്രവാചകന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി, കാറുടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനനി, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബാഗ്, സംഘാടക സമിതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മാഹിൻ കേളോട്ട്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ കൺവീനർ TM ഇക്ബാൽ, മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി AA അസീസ് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം സ്വാഗതവും കാസർഗോഡ് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ MA നസീബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വെള്ളൂർ നെട്ടണികെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം മോഷ്ടിച്ച് പുറത്തെത്തിച്ചുവെങ്കിലും തുറക്കുവാൻ കഴിയാതെ റോഡരികിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളൂർ നെട്ടണികെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ചുറ്റമ്പലത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ശ്രീകോവിലിനു മുന്നിലുണ്ടായിരുന്ന ഭണ്ഡാരം കൈക്കലാക്കിയാണ് സ്ഥലം വിട്ടത്. ഭണ്ഡാരം പിന്നീട് ക്ഷേത്രത്തിനു സമീപത്ത് റോഡരികിൽ ഉപേക്ഷിച്ചാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ മേൽശാന്തി എത്തിയപ്പോഴാണ് ഭണ്ഡാരം കാണാനില്ലാത്ത വിവരം അറിഞ്ഞത്. ക്ഷേത്ര ഭാരവാഹികൾ സ്ഥലത്തെത്തി പോലീസിൽ പരാതി നൽകി. ആദൂർ SIയും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് വെള്ളൂർ നെട്ടണികെ മഹാലിംഗേശ്വര ക്ഷേത്രം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സ്ഥലം മാറ്റം. കാസർഗോഡ് DFOയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവൻ M-ന് നൽകി. ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലം മാറ്റമെന്നാണ് പക്ഷേ ഉത്തരവിൽ പറയുന്നത്. ട്രെയിനിൽ സ്ത്രീകൾക്ക് മുന്നിൽ അശ്ലീല ചേഷ്ടകൾ കാണിച്ചെന്ന കേസിൽ പ്രതിയായതിനെ തുടർന്ന് കാസർഗോഡ് DFOയെ ചുമതലയിൽ നിന്ന് നീക്കി. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ജോസ് ഗിരിയിലെ ജോസ് മാത്യുവിനെതിരെയാണ് വകുപ്പുതല നടപടി. കണ്ണൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ M രാജീവിന് കാസർഗോഡ് DFOയുടെ അധിക ചുമതല നൽകി. ജോസ് മാത്യുവിനോട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.
ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലമാറ്റമെന്നാണ് പക്ഷേ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ OK എക്സ്പ്രസിൽ വച്ച് സ്ത്രീകൾക്ക് മുന്നിൽ ഇയാൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചത്. ഇതേ തുടർന്ന് പൊയ്നാച്ചി സ്വദേശിനി റെയിൽവേ പോലീസിനെ വിളിച്ചു പരാതി അറിയിച്ചിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ കാസർഗോഡ് നെല്ലിക്കുന്നിൽ ടെറസിന്റെ മുകളിൽ പാകിയ ഓടടക്കമുള്ളവ നിലം പൊത്തി. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കനത്ത മഴയിൽ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ സ്റ്റേഷനറി വ്യാപാരി മുഹമ്മദ് ഷെരീഫിന്റെ നെല്ലിക്കുന്ന് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് റോഡിലെ വീടിന്റെ ടെറസിന്റെ മുകളിൽ പാകിയ ഓടടക്കമുള്ളവ നിലംപൊത്തി. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ഷെരീഫും കുടുംബവും താഴത്തെ നിലയിലായിരുന്നു. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ആളപായമില്ല. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷെരീഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. INLന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MG റോഡ് ഉപരോധത്തിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് MG റോഡിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് വ്യാപാരിയായ ഹനീഫ മരിക്കാനിടയായ പശ്ചാത്തലത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭയ്ക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് MG റോഡിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് വ്യാപാരിയായ ഹനീഫ മരിക്കാനിടയായ പശ്ചാത്തലത്തിൽ INLന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MG റോഡ് ഉപരോധത്തിൽ പ്രതിഷേധമിരമ്പി. മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പതിറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള കാസർഗോഡ് ടൗണിന്റെ പ്ലാൻ പുതുക്കുക, അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക, നടപ്പാത ജനങ്ങൾക്ക് നടന്നുപോകാൻ മാത്രം ഉപയോഗിക്കാൻ അനുവദിക്കുക, MG റോഡ് വീതി കൂട്ടുക, വലിയ ലോറികൾക്ക് നഗരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, ട്രാഫിക് നിയന്ത്രണത്തിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INL കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കാസർഗോഡ് MG റോഡ് ഉപരോധിച്ചത്. INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ PK അബ്ദുൾ റഹിമാൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ചെങ്കള, ട്രഷറർ ഗഫൂർ ഹാജി, സംസ്ഥാന കമ്മിറ്റി അംഗം മുസ്തഫ തോരവളപ്പ് തുടങ്ങിയ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദക്ഷിണ മേഖലയിലെ ഏറ്റവും വലിയ ശാഖയായ LIC കാസർഗോഡ് ശാഖയിൽ ഓണക്കാലത്തിന്റെ ഐക്യവും സൗഹൃദവും ആഘോഷമാക്കി സെഡ് ഓണം എന്ന പേരിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവ ഉൾപ്പെടുന്ന LIC ദക്ഷിണ മേഖലയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഏജന്റ് സുഹൃത്തുക്കളും പങ്കെടുത്ത ആഘോഷം ആവേശത്തിന്റെയും കൂട്ടായ്മയുടെയും വേദിയായി മാറി. സംഭവമാണ്.
go and introduce. Come. Okay. Such a great artist. പൂക്കളത്തിലെ ഓരോ പൂവും വ്യത്യസ്തങ്ങളാണ്. മുരളീധർ സാറ് ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് ആഘോഷിക്കാം ഓണം വിത്ത് സോണൽ മാനേജർ. ലീഡർ അല്ലെ, അങ്ങനെയുള്ള ഒരു വിഷണറി ലീഡർ ആയിട്ടുള്ള നമ്മളെ ഇന്ദ്രനെ പോലുള്ള ആളുകൾക്ക് അസൂയ വരികയും അദ്ദേഹം മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായിരുന്നില്ല, പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളായിരുന്നു, സത്യസന്ധനായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ വാക്ക് അതെ തന്റെ വാക്ക് പാലിക്കുക എന്നുള്ള ഒറ്റ നിവൃത്തി കൊണ്ട് സ്വന്തം തലയിലേക്ക് ദക്ഷിണ മേഖലാ മാനേജർ മുരളീധർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാർക്കറ്റിംഗ് RM ബിജുമോൻ, കോഴിക്കോട് ഡിവിഷൻ മാർക്കറ്റിംഗ് മാനേജർ ജയൻ, സെയിൽസ് മാനേജർ ഗോവിന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാസർഗോഡ് സീനിയർ ബ്രാഞ്ച് മാനേജർ MP ശ്രീജിത്ത്, ADM പ്രീത പ്രേമൻ എന്നിവർ സംസാരിച്ചു. പൂക്കളവും പുഞ്ചിരികളും നിറഞ്ഞ ഓണാന്തരീക്ഷത്തിൽ ഡെവലപ്മെന്റ് ഓഫീസർമാർ, ശാഖയിലെ ജീവനക്കാർ, ഏജന്റ് സുഹൃത്തുക്കൾ എന്നിവർ ഒത്തുചേർന്ന് ആഘോഷത്തിന് മാറ്റുകൂട്ടി. വർണ്ണശബളമായ ഓണഘോഷയാത്ര ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി. തുടർന്ന് വിവിധ കലാപരിപാടികളും വിനോദ പരിപാടികളും അരങ്ങേറി. ഒരുമയുടെ സന്ദേശവും സൗഹൃദത്തിന്റെ നിറവും പകർന്ന ഓണം LIC കുടുംബത്തിന്റെ കൂട്ടായ്മയും ഊർജവും വിളിച്ചോതിയ അവിസ്മരണീയമായ ആഘോഷമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ CDSന്റെ ഓണം വിപണനമേള കിഴക്കുംകരയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ ഈ വർഷത്തെ ഓണത്തിന്റെ ഭാഗമായുള്ള ഓണം വിപണനമേള കിഴക്കുംകരയിൽ ആരംഭിച്ചു. വിപണനമേള അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണമാണ്. ആ ഓണം നാട്ടിലെ പൂക്കളും നാട്ടിലെ പച്ചക്കറികളും ഒക്കെ ചേർത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കുടുംബശ്രീ നടത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഫലം കണ്ടിട്ടുണ്ട്. കൂടുതൽ വരും വർഷങ്ങളിൽ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങുകയും അത് കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും കൃഷിയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് എല്ലാ തരത്തിലും നമ്മുടെ നാട്ടിലെ പച്ചക്കറികളും ഉപയോഗിച്ചുകൊണ്ട് ഓണം ഒരുക്കുക, അല്ലെങ്കിൽ ആ ഓണത്തെ വരവേൽക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ഇപ്രാവശ്യം തന്നെ വെച്ചിട്ടുള്ളത്. അതെന്തായാലും ഫലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപാടി എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. CDS ചെയർപേഴ്സൺ K അശ്വിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, വാർഡ് മെമ്പർമാരായ KV സുകുമാരൻ, ദീപ പ്രവീൺ, K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ K സുമതി സ്വാഗതം പറഞ്ഞു. ADS, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന വിപണനമേളയിൽ വിവിധ തരം നാടൻ പച്ചക്കറികൾ, നാടൻ ചെണ്ടുമല്ലിപ്പൂ, വിവിധ തരം അച്ചാറുകൾ, ബേക്കറി ഐറ്റംസ്, കൂണുകൾ, നെറ്റിപ്പട്ടം എന്നിവ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്ന മലയാളികൾ ഉത്രാടപ്പാച്ചലിൽ. കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. നബിദിന റാലികൾ വർണ്ണശബളമായി. കാസർഗോട്ടെ ഓണാഘോഷങ്ങളിലെ സജീവ സാന്നിധ്യമായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ആഘോഷമാണ് ഓണമെന്നും എല്ലാവരും ഒരുമയോടെ ഈ ആഘോഷം കളറാക്കണമെന്നും കളക്ടർ.
വടക്കൻ കേരളത്തിൽ ഓണത്താൻ ഗൃഹസന്ദർശനം തുടങ്ങി. കർക്കിടക തെയ്യങ്ങളായ ആടിവേടനും കർക്കിടകോത്തിയും അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിന്റെ നാട്ടു സഞ്ചാരം. ജില്ലാതല ഓണാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭാഷാ ഭേദങ്ങൾക്കതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്ന് MP. കാസർഗോഡ് വെള്ളൂർ നെട്ടണികയിലെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം മോഷ്ടിച്ച് പുറത്തെത്തിച്ചെങ്കിലും തുറക്കുവാൻ കഴിയാതെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ. കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സ്ഥലം മാറ്റം. കനത്ത മഴയിൽ കാസർഗോഡ് നെല്ലിക്കുന്നിൽ ടെറസിന്റെ മുകളിൽ പാകിയ ഓടടക്കമുള്ളവ നിലംപൊത്തി. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.